ഹലോ ഫ്രണ്ട്സ്, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? ഞാൻ രാവിലെ തന്നെ ഡ്രസ്സൊക്കെ മാറി സുന്ദരി കുട്ടിയായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഞാൻ പുറത്തെപ്പോൾ പോയാലും സൺക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ സൺക്രീമൊക്കെ ലോട്ടസിൻ്റെ ആണ് അപ്ലൈ ചെയ്ത് നല്ലപോലെ കൊടുത്തിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണേ ഇത്. എന്നിട്ട് എനിക്ക് പൗഡർ ഇല്ലാതെ പോകാനേ പറ്റത്തില്ല. എവിടെ പോയാലും എനിക്ക് പൗഡർ ഇടണം. സൺക്രീം അതുപോലെ തന്നെ, അത് രണ്ടും ഇല്ലാതെ പറ്റില്ല. അങ്ങനെ ഞാൻ പൗഡർ നല്ലപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എന്ന് പറഞ്ഞാൽ കൂടിപ്പോയിട്ടൊന്നുമില്ല. ഞാൻ എന്നിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കൂടിയോ ഇല്ലേന്ന്. പക്ഷേ എനിക്ക് പൗഡർ ഇല്ലാണ്ട് പറ്റത്തില്ല. അങ്ങനെ ഞാൻ പൗഡറൊക്കെ ഇട്ട് കൊടുത്ത്. ഇന്നലെ ഞാൻ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ ഗൈസ്, അടിപൊളി റിസൾട്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾ ആരെങ്കിലും അല്ല, നിങ്ങൾക്ക് ആ വീഡിയോ ഷോർട്സ് കാണുന്നവർ ട്രൈ ചെയ്ത് നോക്കണം. ആ ഫേസ് പാക്ക് സൂപ്പർ. അതിട്ടതിന് ശേഷം നൈറ്റൊക്കെ നല്ല ബ്രൈറ്റായിരുന്നു എൻ്റെ സ്കിൻ. എനിക്ക് തന്നെ അത് അതിശയം. എൻ്റെ കണ്ണിൻ്റെ ഇടയിൽ ഡാർക്ക് സർക്കിളുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആ ഡാർക്ക് സർക്കിളൊക്കെ അത്യാവശ്യം നല്ലപോലെ അത് ചേഞ്ചായി എന്ന് എനിക്ക് തോന്നി, ഹസ്ബൻഡിനും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം ആ ഫേസ് പാക്ക്. അങ്ങനെ ഞാൻ ഐലൈനറൊക്കെ എഴുതി നല്ല സുന്ദരി കുട്ടിയായിട്ട് നോക്കുകയാണ്. ഞാൻ ഐലൈനർ എഴുതാൻ ഭയങ്കര ബെസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര എക്സ്പേർട്ടാണ്. കാരണം ഞാൻ കുഞ്ഞിലേ തൊട്ട് ഐലൈനർ യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് എഴുതാനായിട്ട് പറ്റും. അതും ബുദ്ധിമുട്ടില്ല ഐലൈനർ എഴുതാൻ. അങ്ങനെ ഐലൈനറൊക്കെ എഴുതി പെർഫെക്റ്റ് ആയതിന് ശേഷം നമ്മൾ പൊട്ട് മസ്റ്റാണ്. മറ്റേ ഹൃദയം സിനിമയിൽ പറയുന്നത് പോലെ ചെറിയൊരു കുഞ്ഞ് സാധനം. അങ്ങനെ ഞാൻ പൊട്ടൊക്കെ വെച്ചു. അതിന് ശേഷം നമ്മൾ മസ്റ്റായിട്ടൊരു സാധനമുണ്ട്. ഇതില്ലാണ്ട് പുറത്തിറങ്ങാനേ ഇപ്പോൾ പറ്റത്തില്ല, ലിപ്സ്റ്റിക്ക്. വേറെ എന്തും നമുക്ക് സഹിക്കും, ലിപ്സ്റ്റിക്ക് ഇല്ലെങ്കിൽ പിന്നെ ഒട്ടും പറ്റത്തില്ല. ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ തന്നെ നമ്മളെ ഫേസ് അങ്ങോട്ട് മാറും. അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തു. നല്ല അടിപൊളി ഷെയ്ഡാണ്. എനിക്ക് ഈ ഷെയ്ഡ് നല്ല മാച്ചാണ്. അങ്ങനെ ഞാൻ നാട്ടിൽ പോയപ്പോൾ മേടിച്ചതാണ്. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തു. അതുകഴിഞ്ഞ് ഞാൻ ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാണ്. എനിക്കെപ്പോഴും ലൂസ് ഹെയറായിട്ട് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ഫേസ് കുറച്ച് ചീക്കി ഫേസാണ്. അപ്പോൾ ലൂസ് ഹെയർ ഞാൻ ട്രൈ ചെയ്തു. അങ്ങനെ ഞാൻ ഹെയറൊക്കെ നല്ലപോലെ കോതി സെറ്റാക്കി. എന്നിട്ട് ഞാൻ നോക്കുകയാണ്. എൻ്റെ ഒരു സൈഡ് ഹെയർ ഇടുമ്പോഴത്തെ തന്നെ കുറച്ചും കൂടെ കോൺഫിഡൻസ് ഫീൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ കൊള്ളാൻ തോന്നും. പക്ഷേ നമ്മളെപ്പോഴും ഇങ്ങനെ ലൂസായിട്ട് ഹെയർ ഇട്ട് നടക്കാൻ പറ്റില്ല, അപ്പം മുടി ചീത്തയൊക്കെ പോവും. അങ്ങനെ ഹെയർ ഒന്ന് സെറ്റാക്കി ഒന്ന് കോതിയെല്ലാം ഇട്ടതിന് ശേഷം വാച്ചൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ കണ്ണാടി കൂടെ നോക്കുകയാണ് സുന്ദരിക്കുട്ടി ആയോ എന്ന്. സുന്ദരിക്കുട്ടിയായി. അങ്ങനെ പൊട്ടെല്ലാം നോക്കി എല്ലാ കമ്മലൊക്കെ സെറ്റാക്കി അങ്ങനെ റെഡി ആവുകയാണ്. പക്ഷേ നിങ്ങൾ അവസാനം ഞെട്ടിപ്പോവും ഗൈസ്. ഞാനിപ്പോൾ എങ്ങനെയല്ല റെഡി ആയത്. ഞാൻ ലാസ്റ്റ് എനിക്ക് എന്തോ മുടി ഇങ്ങനെ ലൂസായിട്ട് ഇട്ടിട്ട് വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ മുടി അങ്ങനെ പിന്നെ കെട്ടിയിട്ടിട്ട് പോയി. പക്ഷേ എനിക്കറിയാം നേരത്തെയാണ് കൊള്ളാവുന്നത്. എന്ത് ചെയ്യാനല്ലേ.